ഗ്രാൻഡ് സ്കെയിലിൽ ഒരു എപ്പിക് സ്കെയിലിൽ ഒരു കോമഡി സിനിമ എടുക്കുക എന്നുള്ളത് അങ്ങനെ എല്ലാവരും ചെയ്യുന്ന കാര്യമൊന്നുമല്ല. പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ മരക്കാർ എന്നുള്ളൊരു സിനിമ വന്നിട്ടുണ്ട്. അതിനുശേഷം ആട് 3 എന്നുള്ള സിനിമയാണ് ഒരു ഗ്രാൻഡ് ലെവലിൽ ഒരു കോമഡി ഫിലിമായിട്ട് വരുന്നത്. ഈ സിനിമയുടെ റിവ്യൂ പറയുന്നതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ DCP ഡീറ്റെയിൽസ് പറയാം. ഈ സിനിമയ്ക്ക് 2 ആസ്പെക്ട് റേഷ്യോ ഉണ്ട്. അത് പാസ്റ്റ് പോർഷനും പ്രസന്റ് പോർഷനും വരുമ്പോൾ ആസ്പെക്ട് റേഷ്യോ സ്വിച്ചിങ് നടക്കുന്നുണ്ട്. 2.74:1 നിന്ന് 2.89:1 ഒരു സ്വിച്ചിങ്. അത് ആദ്യം നല്ല സ്മൂത്ത് ആയിട്ടാണ് നടക്കുന്നത്, പിന്നീട് ജംപ് കട്ട്സ് പോലെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ സിനിമ കാണുമ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക, കാരണം നൈസാണ്. ആസ്പെക്ട് റേഷ്യോ സ്വിച്ചിങ് കാണാൻ തന്നെ ഒരുപാട് സിനിമകളുണ്ട്. ഇപ്പോൾ പ്രൊജക്ട് ഹെയിൽ മേരി അടക്കമുള്ള സിനിമകളിൽ വരുന്നുണ്ട്. മലയാളം സിനിമയിൽ ആട് 3 നമുക്കത് വിറ്റ്നസ് ചെയ്യാൻ പറ്റും. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ആട് ഫ്രാഞ്ചൈസിയുടെ അത് നോക്കുകയാണെങ്കിൽ ഏറ്റവും മോശം സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം ഒരു വേൾഡ് ബിൽഡിങ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആണ്. ആട് 3യുടെ പാർട്ട് 2 വരുന്നുണ്ട്. ആ പാർട്ട് 2ലേക്കുള്ള ഒരു വേൾഡ് ബിൽഡിങ് തുടങ്ങിയ കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഈ സിനിമ കുറച്ച് വീക്കാണ്. പക്ഷേ ഇതിൻ്റെ ആ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ വരുന്ന സിനിമ നല്ല ഹിലേരിയസ് ആയിട്ടുള്ള ഐറ്റം ആയിരിക്കും. പക്ഷേ ഈ സിനിമ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് തീരെ വർക്കാവാത്ത ഒരു പടമാണ്. പക്ഷേ ഈ സിനിമയിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് പറയേണ്ടത് ഇതിൻ്റെ ആർട്ട് വർക്കാണ്. പഴയ കാലഘട്ടമൊക്കെ ഇത്ര നല്ല രീതിയിൽ കൺവിൻസിങ് ആയിട്ട് ഒരു ആർട്ട് വർക്ക്, ആ ഒരു വേൾഡ് ബിൽഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അതിൽ ഈ സിനിമ വിജയിച്ചിട്ടുണ്ട്. പിന്നെ BGM, ഈ ഓരോ ക്യാരക്ടേഴ്സിന് ആ BGM നൽകുന്നത്, കാരണം ഈ സിനിമയിൽ അങ്ങനെ ചിരിക്കത്തക്ക ഒരുപാട് ഹിലേരിയസ് ആയിട്ടുള്ള മൊമെന്റ്സും കാര്യങ്ങളൊക്കെ കുറവാണ്. പക്ഷേ ഈ BGMസും കാര്യങ്ങളൊക്കെ ഇരിക്കുമ്പോൾ ആ ഒരു ഓളത്തിൽ കുറേ നേരം, ഇതിൻ്റെ ഡ്യൂറേഷനും കൂടുതലാണ്, ആ ഒരു ഓളത്തിൽ കണ്ടിരിക്കാം. പിന്നെ ഇതിൻ്റെ അറ്റ്മോസ്മിക്സ് വന്നിരിക്കുന്നത്, ഇതിൻ്റെ ആ ഒരു ചാനൽ ആക്ടിവിറ്റി, ഇതെല്ലാം ഗംഭീരമായിരുന്നു. ഇതിൻ്റെ സൗണ്ട് മിക്സിങ് നല്ല രീതിയിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതൊരു ഒരു കേപ്പർ കോമഡി എന്നുള്ള രീതിയിൽ വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു DOP തുടങ്ങിയ കാര്യങ്ങൾ. ടെക്നിക്കലി ഈ പടം ടു ഗുഡ്, അങ്ങനെ പ്രത്യേകിച്ച് കുറവുകളൊന്നും പറയാനില്ല. ടെക്നിക്കലി എല്ലാം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി സിനിമയിലേക്ക് വന്നിട്ടുണ്ട്, നിങ്ങൾ ഏകദേശം 3 മണിക്കൂറുള്ള ഈ സിനിമയിൽ ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു സീക്വൻസ് എന്ന് പറയുന്നത് അവസാനത്തെ ഒരു 15 മിനിറ്റ് ആണ്. കാരണം ഈ ടൈം ട്രാവലിൻ്റെ ഒരു അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ ഈ അവസാനത്തെ 15 മിനിറ്റിലേക്കാണ് വരുന്നത്. ഈ അവസാനത്തെ 15 മിനിറ്റ് ആകുമ്പോഴേക്കും ഉണ്ടല്ലോ, പിന്നീട് സിനിമയും കഴിഞ്ഞു. ഇനി അങ്ങോട്ടേക്ക് അടുത്ത പാർട്ട് വരണം. അത് ഒരു സീൻ പോലും ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് പ്രൊഡ്യൂസറായിട്ടുള്ള വിജയ് ബാബു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുവരെ 2.25 മണിക്കൂറോളം ഇവരുടെ വേൾഡ് ബിൽഡിങ്, അതിൻ്റെ സെറ്റിങ്, ഈ സെറ്റിങ്ങിൽ പാസ്റ്റ് പ്രസന്റ് പോർഷൻസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത് പ്രസന്റ് പോർഷനിലേക്ക് വരുമ്പോൾ ഈ ആട് നമുക്കറിയാം ഒരു കൂട്ടം മണ്ടന്മാരുടെ കഥയാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന പഴയ ദിലീപ് സ്റ്റൈൽ കോമഡീസും കാര്യങ്ങളും ചളികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് എനിക്ക് വരുന്നത്. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ 2.25 മണിക്കൂറിൽ എനിക്ക് കുറച്ചെങ്കിലും ഒന്ന് കൊള്ളാം, അല്ലെങ്കിൽ ഒരു ചിരി, അത് മുഖത്ത് പൊട്ടിച്ചിരിയൊന്നുമല്ല, ആ തിരക്കേടില്ലാത്ത കോമഡി എന്നുള്ള രീതി എനിക്ക് തോന്നിയത് സുധീർ കരമനയെ കാണാൻ പോകുന്ന ഒരു പോർഷനാണ്. ആ പോർഷനിൽ തിരക്കേടില്ലാത്ത എന്തെങ്കിലുമൊക്കെ ഒരു വർക്കായിട്ടുണ്ടോ എന്നുള്ളൊരു ഫീൽ വരുന്നുണ്ട്. അതല്ലാതെ ഈ സിനിമയിൽ എനിക്ക് ചിരിക്കാൻ, അതായത് എനിക്ക് ഹിലേരിയസ് എന്ന് തോന്നുന്ന ഒരു സീക്വൻസ് പോലും ഇല്ല. ഈ ക്യാരക്ടേഴ്സ് കുറേ വരുന്നുണ്ട്, അവർക്ക് കൊടുക്കുന്ന BGMs നല്ലതാണ്. അതല്ലാതെ ധർമ്മജന്റെ ക്യാരക്ടറൊക്കെ ഇതിനകത്ത് പറയുന്നത്, പുള്ളിക്കാരൻ കയ്യിൽ നിന്നിട്ടാണോ അല്ലെങ്കിൽ വേറെ ജെൻസി പിള്ളേരുടെ അടുത്ത് ചോദിച്ചാണോ എന്ന് എനിക്കറിയില്ല. ഈ ജെൻസി പിള്ളേരുടെ അടുത്ത് ചോദിച്ചാണെന്നുണ്ടെങ്കിൽ ആ ജെൻസി ഏതാണെന്ന് എനിക്കറിയാൻ നല്ല ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമുണ്ട്. ഇതേ രീതിയിലുള്ള പഴഞ്ചൻ കോമഡി പറഞ്ഞു തന്നിരിക്കുന്ന ജെൻസി ആരാണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹമാണ്. സീരിയസ്ലി എനിക്ക് കോമഡി എന്നുള്ള രീതിയിൽ കാര്യമായിട്ട് ഇതിനകത്ത് ഒന്നും വർക്കായിട്ടില്ല. പിന്നെ ഇതിനകത്തുള്ള പാസ്റ്റ് പോർഷൻസ്, അത് സീരിയസ് ആക്കി എടുക്കണോ അല്ലെങ്കിൽ കോമഡി ആക്കി എടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഇവർക്കുണ്ടെന്ന് തോന്നുന്നു. ആ രീതിയിലേക്കാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, വിനായകൻ്റെ ഡ്യൂഡ്, എനിക്ക് ഈ ഡ്യൂഡ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ പുള്ളിക്കാരൻ ഇഷ്ടമാണ്. വിനായകൻ്റെ ഡ്യൂഡ് സ്ക്രീനിൽ വരുമ്പോൾ ഓക്കെ, എന്തെങ്കിലുമൊക്കെ കൊള്ളാമെന്നുള്ള രീതിയിൽ. എന്നാൽ ഈ ഡ്യൂഡ് എന്ന് പറഞ്ഞ ക്യാരക്ടർ അത്യാവശ്യം ചളിയൊക്കെ പറയുന്നുണ്ട്, എന്നാൽ പോലും കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സഹിച്ചിരിക്കാം. അതുപോലുള്ള ഡ്യൂഡ് എന്ന് പറയുന്ന ക്യാരക്ടർ നല്ലൊരു പോസിറ്റീവ് സംഭവമായിരുന്നു. പിന്നെ സാത്താൻ സേവ്യർ, സണ്ണി വെയിൻ്റെ ക്യാരക്ടർ, നല്ല ഇൻട്രോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഇൻട്രോ ഇല്ലാന്നല്ലാതെ പുള്ളിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. പിന്നെ ഷാജി പാപ്പൻ ജയസൂര്യയുടെ ക്യാരക്ടർ ഇത്തവണ ഒരുപാട് ചളിയാണ്. പുള്ളി ചിരിപ്പിക്കാനല്ല, പുള്ളി ചളിയടിക്കാനാണ് നോക്കിയിരിക്കുന്നത്. അതിനകത്ത് ഒന്നും ജയസൂര്യയുടെ ക്യാരക്ടറിൻ്റെ ഒരു സീക്വൻസ് പോലും പ്രോപ്പറായിട്ട് എനിക്ക് വർക്കായിട്ടില്ല. ധർമ്മജനെ ഞാൻ ഓൾറെഡി പറഞ്ഞു, സഹിക്കാൻ പറ്റില്ല. അറക്കലബുവിന് പ്രാവശ്യം കാര്യമായിട്ട് ഒന്നും ചെയ്യാനില്ല, അത് ആ രീതിയിൽ പോകുന്നു. വിജയ് ബാബുയുടെ സർബത്ത് ഷമീർ, പിന്നെ പുള്ളിയുടെ പാസ്റ്റ് പോർഷനിലുള്ള ആ ഒരു പാലം പണിയണ ആ ഒരു മാപ്പിള ക്യാരക്ടർ, വിജയ് ബാബു താങ്കൾ വളരെ ഓവർ ആക്ടിങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഒരു പുതിയ വില്ലത്തി വന്നിട്ടുണ്ട്, പുള്ളിക്കാരി സ്റ്റണ്ട് ഡബിൾ ആയതുകൊണ്ട് കൊള്ളാം. ആക്ഷൻ പോർഷൻസും കാര്യങ്ങളൊക്കെ കൊള്ളാം, ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ മുഖത്തുണ്ട്. പക്ഷെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഇലുമിനാറ്റി എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വെയിറ്റേജ് ഉള്ള ഒരു പെർഫോമൻസും കൂടി ആകാറ്, അല്ലാതെ വെറുതെ ഈ കുന്തം വിഴുങ്ങിയ പോലെ മുഖത്ത് യാതൊരുവിധ ഭാവം ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു ലയർഡ് ആയിട്ടുള്ള പെർഫോമൻസ്, കുറച്ച് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ബെറ്റർ ആയിരുന്നു എന്നൊരു ഓപ്ഷനാണ്. പക്ഷേ പുള്ളിക്കാരത്തേക്ക് ഓൾറെഡി ഒരുപാട് ഫാൻസ് ഉണ്ട്. ആൻഡ് ഇതുപോലെ നായികമാരുടെ ഫാൻസ് ഉണ്ടല്ലോ, അത് നായകന്മാരുടെ ഫാൻസിനേക്കാളും കുറച്ചും കൂടി ടോക്സിക് ആയിട്ടുള്ള ആളുകളായതുകൊണ്ട് തന്നെ നിങ്ങളെ ഞാൻ നിരാശപ്പെടുത്തുന്നില്ല, പുള്ളിക്കാരി കൊള്ളാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 2.25 മണിക്കൂർ ഇതിങ്ങനെ സഹിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ 15 മിനിറ്റ് അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ വരും.
പക്ഷേ ഈ 15 മിനിറ്റ് കൊള്ളാവുന്ന രീതിയിലേക്ക് വരുമ്പോൾ നമുക്കൊരു എക്സ്പെക്ടേഷൻ കിട്ടും. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് ആട് 3 പാർട്ട് 2 എന്ന് പറയുന്നത് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു സംഭവമാണ്. കാരണം അതിന്റെ ടൈം ലൈനിന്റെ ജമ്പ് അവിടെ നടന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ടൈം ലൈൻ ജമ്പ് നടന്നു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അങ്ങോട്ടേക്ക് ആട് 3 പാർട്ട് 2 എന്ന് പറയുന്നത് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു പടമായിരിക്കും. പക്ഷേ അതിനു വേണ്ടി ഈ 2.25 മണിക്കൂർ സഹിച്ചിരിക്കണം എന്ന് പറയുന്നതാണ് ഒരു പ്രശ്നം. ആൻഡ് ഐ ഹോപ്പ് ഇനി വരാൻ പോകുന്ന ആട് 3 പാർട്ട് 2 എന്ന് പറയുന്നത് നല്ലൊരു പ്രൊഡക്റ്റ് ആവട്ടെ. ഇതുപോലെ 2.25 മണിക്കൂർ ഇങ്ങനെ ബോറടിപ്പിക്കുന്ന ഒരു പടമാവാതെ അത്യാവശ്യം ഹിലേരിയസ് ആയിട്ടുള്ള ഒരു എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു പടമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആയാൽ മതിയായിരുന്നു.